إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹും അവൻ്റെ റസൂലും കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തി വിരോധിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച് മുവഹിദുകളായി ലോകത്തോട് വിട പറയാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതകാലം ഹൈറാകുന്ന കാലമത്രയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നന്മകൾ അധികരിപ്പിച്ച് സൽക്കർമ്മങ്ങളിലൂടെ ജീവിച്ച് മരണം ഹൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ വാഹകരായി റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധവും പരിഭാവനവുമായ റമളാനിന് ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച അല്ലാഹു തആല അവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു റമളാനും കൂടെ നമുക്ക് നൽകി ആദരിച്ചു. اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا وسجودنا وسائر أعمالنا التامة واغفر لنا ذنوبنا كلها عامة. അല്ലാഹു തആല പോരായ്മകളൊക്കെ പരിഹരിച്ച് നേടിയവരുടെ കൂട്ടത്തിൽ, സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ റമളാനിനെയും നമ്മുടെ സൽക്കർമ്മങ്ങളെയും അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇബാദത്തുകൾ അവസാനിക്കുന്നില്ല, ദീന് അവസാനിച്ചിട്ടില്ല, ഇസ്ലാം ഇതോടെ തീരുന്നില്ല. നമുക്ക് ഇനിയും ആയുസ് അള്ളാഹുവിൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കൽപ്പന ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഒരു ഇബാദത്തിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് നിങ്ങൾ പ്രവർത്തന സജ്ജരായി മുന്നോട്ട് വരണേ, മറ്റൊന്നിലേക്ക് നിങ്ങൾ ചേക്കേറണേ. കാരണം നിങ്ങളുടെ ഇബാദത്തുകൾ ഏതെങ്കിലും ഒരു കാലത്തേക്കോ ഒരു സമയത്തേക്കോ നിങ്ങൾ പരിമിതപ്പെടുത്തേണ്ടവരല്ല. പണ്ഡിതന്മാർ പറയാറുണ്ട്, ലാ തകൂനൂ റമളാനിയൂൻ ബൽ കൂനൂ റബ്ബാനിയൂൻ. നിങ്ങൾ ഒരിക്കലും റമളാനികളായി മാറരുതേ, നിങ്ങൾ റബ്ബാനികളാവണേ. റബ്ബിൻ്റെ ഓക്സിജൻ ശ്വസിച്ചത് റമളാനിൽ മാത്രമല്ല, റബ്ബിൻ്റെ അനുഗ്രഹം ആസ്വദിച്ചത് റമളാനിൽ മാത്രമല്ല, റബ്ബ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നതും
നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയതും റമളാനിൽ മാത്രമല്ല. ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് യഖീനാകുന്ന ഉറപ്പുള്ള ആ ഒരു മരണം എത്തുന്നത് വരെ നീ റബ്ബിൻ്റെ ഇബാദത്തുകളിലായി മുന്നോട്ട് പോകണേ എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിന്റെ റബ്ബിനുള്ള തസ്ബീഹുകൾ നിനക്ക് നിർത്താനായിട്ടില്ല. നിന്റെ റബ്ബിനോടുള്ള കടമകളും കടപ്പാടുകളും ബാധ്യതകളും നിനക്ക് അവസാനിപ്പിക്കാനായിട്ടില്ല. വകും മിനസ് സാജിദീൻ, നിന്റെ ഖിയാമുകളും സുജൂദുകളും നിർത്താനായിട്ടില്ല. നീ സുജൂദ് ചെയ്യുന്ന, തസ്ബീഹ് ചൊല്ലുന്ന, സൽക്രമങ്ങളിൽ വ്യാപൃതനാകുന്നവൻ ആയിക്കൊണ്ടേയിരിക്കണം നീ. വഅബ്ദു റബ്ബക, നിന്റെ റബ്ബിനെ നീ ആരാധിച്ചു കൊണ്ടേയിരിക്കണം. റബ്ബിന്റെ ഇബാദത്തുകൾ അവസാനിപ്പിക്കരുത്. ഹത്താ യഅതിയകൽ യഖീൻ, നീ മുഅ്മിനാണോ, നീ വിശ്വാസിയാണോ, മരണം വരെ നിന്റെ ഇബാദത്തുകൾ നീ തുടരേണ്ടതുണ്ടെന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ കൽപ്പനയാണ്. മഹാന്മാരായ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ ചര്യകൾ എടുത്ത് പറയുന്നിടത്ത്, ഈസാ നബിയുടെ അടക്കമുള്ളവരുടെ ചര്യകൾ എടുത്ത് പറയുന്നിടത്ത് അവരുടെ പ്രാർത്ഥനകളും വജഅലനി മുബാറകൻ ഐനമാ കുന്ത്, ഞാൻ എവിടെയായിരുന്നാലും റഹ്മാനായ റബ്ബേ നീ എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാവണേ. ഔസ്വാനി, എന്നോട് വസിയത്ത് ചെയ്തിട്ടുള്ളത് ബിസ്വലാ, നമസ്കാരം കൊണ്ടും സകാത്ത് കൊണ്ടും മദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും. തഖ്വ റമളാനിലേക്ക് മാത്രം ചുരുക്കരുതേ, തഖ്വ റമളാനിൽ മാത്രമുള്ളതല്ല എന്ന ബോധ്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാവണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ നിന്ന് യമനിലേക്ക് യാത്ര അയക്കുന്ന ഒരു രംഗം, റസൂലുള്ളാഹിന്റെ പരിസരം, റസൂലുള്ളാഹിന്റെ കൾച്ചർ, സഹാബത്തിന്റെ കൂട്ടുകെട്ട്, സഹാബത്തിന്റെ സഹവാസം, മസ്ജിദുൻ നബവിയുടെ പരിസരം ഈമാനിന്റെയും തഖ്വയുടെയും നിറഞ്ഞാടുന്ന സന്ദർഭങ്ങളാണ്. സംശയിക്കേണ്ടതില്ല. അവസ്ഥ മോശമല്ല. നാശാവാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. ഏത് നേരവും റസൂലുള്ളാഹിന്റെ പിന്നിൽ നിന്നിട്ടുള്ള ആ ഒരു ജമാഅത്തിലുള്ള നമസ്കാരവും റസൂലുള്ളാഹിന്റെ ദീനിന്റെ സദസ്സും ഒക്കെയാണ്. ആ ഒരു അവസ്ഥയൊന്നാണ്ട് മാറാൻ പോവാണ്. യമനിലേക്കാണ്, മറ്റൊരു നാടാണ്, മറ്റൊരു കൾച്ചറാണ്, മറ്റൊരു സാഹചര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉപദേശങ്ങളിൽ ഒന്ന്, ഇത്തഖില്ലാഹ ഐനമാ കുന്ത്, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്, നീ എവിടെയായിരുന്നാലും തഖ്വ കൈമുതലായി സൂക്ഷിക്കണേ. ആ തഖ്വ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലേക്ക് ഒതുക്കാനുള്ളതല്ല, അതേതെങ്കിലും ഒരു അവസരത്തിലേക്കും മാസത്തിലേക്കും സന്ദർഭങ്ങളിലേക്കും ഒരുക്കാനുള്ളതല്ല. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോയിലുള്ളത്, എഴുതി വച്ചിട്ടുള്ളത്, കുടുംബക്കാർ ബാക്കിയായി അതിഥികൾ ഒഴിഞ്ഞു എന്നാണ്. ദുയൂഫുകളൊക്കെ പോയി അഹ്ലുകൾ ബാക്കിയായി എന്നാണ്. 3ഉം 4ഉം സഫുകൾ ഉണ്ടായിരുന്ന പള്ളികൾ 2 ആകുന്നു, 1 ആകുന്നു, അരയാകുന്നു. എവിടെയാണ് നമ്മൾ നേടിയെടുത്ത തഖ്വ? എവിടെ പോയി നമ്മുടെ തഖ്വ? റമളാനിൽ മാത്രമായിരുന്നു നമ്മുടെ തഖ്വ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിന്റെ റബ്ബിനോടുള്ള കടമയും കടപ്പാടുകളും ആരാധനകളും കർമ്മങ്ങളും നീ നിലനിർത്തേണ്ടത് നിന്റെ മരണം വരെയാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ അടുത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ അബ്ദല്ലാഹ് ലാ തകുൻ ബിമിസ്ലി ഫുലാൻ, ഒരാളെപ്പോലെ നീ ആവരുത് അബ്ദല്ലാഹ്, ഒരാളെപ്പോലെ നീ ആവരുത് അബ്ദല്ലാഹ്. കാന യഖൂമുൽ ലൈൽ, അയാൾ ഖിയാമുൽ ലൈൽ ചെയ്തിരുന്ന ഒരാളാണ്. ഖിയാമുൽ ലൈൽ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഫതറക ഖിയാമുൽ ലൈൽ, കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഖിയാമുൽ ലൈൽ അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. ആ ഖിയാമുൽ ലൈൽ ഉപേക്ഷിക്കുന്നവനെ പോലെ നീ ആവരുതെന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് കാണാം. നമുക്ക് നോമ്പുകളും ഖിയാമുൽ ലൈലുകളും സകാത്തുകളും സദഖകളും ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ ഒരു മുന്നോട്ട് പോക്കാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ തഖ്വ കഴിഞ്ഞിട്ടില്ല. എന്താണ് തഖ്വ? എന്താണ് തഖ്വ? അത്തഖ്വ അൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനബു നവാഹി. ജീവിതത്തിലുടനീളം
അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ ജീവിതത്തിൽ പകർത്തലും അള്ളാഹ് വിരോധിച്ചതെല്ലാം ജീവിതത്തിൽ നിന്ന് വർജിക്കലുമാണ് തഖ്വ. നമ്മൾ തഖ്വയെ പരിമിതപ്പെടുത്തുകയാണ്. നമസ്കാരത്തിലേക്കും സൽക്കർമ്മങ്ങളിലേക്കും റമളാനിലേക്കും ഒക്കെ ചുരുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് തഖ്വ എന്നല്ല. ജീവിതത്തിൽ എല്ലാ രംഗത്തും അള്ളാഹിന്റെ കൽപ്പനകൾ മുറുകെ പിടിക്കണം. അത് ആരാധനകളിലുണ്ട്, അനുഷ്ഠാനങ്ങളിലുണ്ട്, ആചാരങ്ങളിലുണ്ട്, കർമ്മങ്ങളിലുണ്ട്, ക്രയവിക്രയങ്ങളിലുണ്ട്, പെരുമാറ്റത്തിലുണ്ട്, കച്ചവടത്തിലുണ്ട്, എല്ലാ സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും ഒക്കെ ഇത്തഖില്ലാഹ ഐനമാ കുന്ത്. നീ ഏത് സാഹചര്യത്തിലായിരുന്നാലും അവിടെയൊക്കെ തഖ്വ കൈമുതലായി ഉണ്ടേ, ആ റബ്ബിനെ നീ സൂക്ഷിക്കണേ എന്ന്. ഇത് വളരെ ഗൗരവത്തോടുകൂടെ ദീന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഒക്കെ ഖിയാമുൽ ലൈലുകൾ ഏകദേശം ആ 11 പിന്നുണ്ടായോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം. ഞാനൊരു ഖിയാമുൽ ലൈലിന്റെ കാര്യം മാത്രം പറയല്ല. ഐഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം നമുക്ക്. ഖാലത്ത് മഹദി പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം ഇദാ ഫാതതുഹു അസ്സലാത്തു മിനൽ ലൈൽ. രാത്രി നമസ്കാരം ഏതെങ്കിലും ഒരു അവസരത്തിൽ റസൂലുള്ളാഹിക്ക് നഷ്ടപ്പെട്ടാൽ, മിൻ വജ്ഇൻ, ചിലപ്പോൾ ശാരീരികമായ വല്ല വേദന കാരണം, ഔ ഗൈരിഹി, ഏതെങ്കിലും ഒരു അസ്വസ്ഥത കാരണം രാത്രിയിൽ അള്ളാഹിന്റെ റസൂല് നിത്യമായി നമസ്കരിച്ചിരുന്ന ഖിയാമുൽ ലൈൽ റസൂലുള്ളാഹിക്ക് നഷ്ടപ്പെട്ടാൽ, സ്വല്ലാ മിനൻ നഹാരി 12 റക്അ, അള്ളാഹുവിൻ്റെ റസൂല് അതിന് പകരമായിട്ട് പകലിൽ 12 റക്അത്ത് നമസ്കരിക്കാതെ ഒരു ദിവസം പോലും കൊഴിഞ്ഞു പോകാറുണ്ടായിരുന്നില്ല. അപ്പൊ അള്ളാഹുവിൻ്റെ റസൂലിന്റെ 11 മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. റമളാനിൽ മാത്രമായിരുന്നില്ല റസൂലുള്ളാഹിക്ക് 11, റമളാനിലും അല്ലാത്തപ്പോഴും അള്ളാഹുവിൻ്റെ റസൂലിന് 11 റക്അത്ത് ഖിയാമുൽ ലൈൽ ഉണ്ടായിരുന്നു. അതിന് വ്യത്യസ്ത പേരുകളുണ്ട് എന്ന് മാത്രം. അതേതെങ്കിലും ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ റസൂൽ അതിന് പകരമായിട്ട് 12 പകലിൽ നമസ്കരിക്കും. എന്തിനാ ഒരു റക്അത്ത് കൂട്ടുന്നത്? പകലിൽ വിത്തറില്ല, വിത്തറ് രാത്രിയിൽ മാത്രമേ ഉള്ളൂ. വിത്തറിൻ്റെ സമയം ഇശാ മുതൽ സുബഹി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വിത്തറില്ല. അതുകൊണ്ട് തന്നെ അതിന് പകരമായി 12 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിൻ്റെ റസൂല് അത് വീട്ടാതെ ഒരു ദിവസവും ഉണ്ടായിരുന്നില്ല എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞല്ലോ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് നിത്യമായി ചെയ്യുന്ന അമലാണ്. അതൊരല്പം കുറഞ്ഞാലും, നമുക്കിനി ആ 11 കഴിയുന്നില്ലെങ്കിൽ വിത്തറ് എന്ന നിലയ്ക്ക് ഒരു 3 അത് നിത്യമായിട്ട്, അത് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, നിത്യമായിട്ട് ചെയ്യുന്ന അമലാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? അദ്വമുഹ, നിത്യമായി ചെയ്യുക. വഇൻ ഖല്ല, അതിനി അല്പം കുറഞ്ഞാലും നിത്യമായി. ഏതെങ്കിലും ഒരു അവസരത്തിലേക്ക് മാത്രം നമ്മുടെ അമലുകളെ ഒതുക്കുക. നമുക്കെന്തെങ്കിലും ഒരു സാഹചര്യവും ആവശ്യവും വരുമ്പോൾ പള്ളി ഉണ്ടാവുക, അതല്ല എന്നുണ്ടെങ്കിൽ തോന്നിയതുപോലെയുള്ള ജീവിതമല്ലാതെ നിത്യമായി ചെയ്യുന്ന അമലുകൾ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞല്ലോ, 12 റക്അത്ത് നമസ്കാരം നിങ്ങൾ എനിക്ക് ഉറപ്പ് തരുകയാണോ, സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാമെന്ന്. ദുഹറിൻ്റെ മുമ്പ് 4, ശേഷം 2, മഗ്രിബിൻ്റെ ശേഷം 2, ഇശാഇന് ശേഷം 2, സുബഹിക്ക് മുമ്പ് 2. അതിനേക്കാൾ കൂടുതലൊക്കെ ഹദീസുകളിൽ വേറെ വന്നിട്ടുണ്ട്. ഇത് 12, ഇനി 10എങ്കിലും. ഇന്ന് ദുഹറിൻ്റെ മുമ്പ് 4 കഴിയുന്നില്ല, 2 കഴിയുള്ളൂ. ആ 2 മുമ്പൊന്ന് നേരത്തെ വരാൻ നമ്മളൊന്ന് ശ്രമിച്ചാൽ, ഞാൻ എന്നെ ഉപദേശിക്കുന്നതോടൊപ്പം എൻ്റെ സഹോദരങ്ങൾ ഉണർത്തുകയാണ്. ഏതായാലും നമ്മൾ ദുഹറിന് പള്ളിയിൽ വരുന്നുണ്ട്, ഒരു 2 റക്അത്തെങ്കിലും നമസ്കരിക്കാനുള്ള സമയം നമ്മളൊന്ന് നേരത്തെ എത്തിയാൽ, ഏതായാലും നമ്മൾ പള്ളിയിലേക്ക് വരുന്നുണ്ട്, ആ വന്നതിന് ശേഷം ഒരു 2 റക്അത്തും കൂടെ സുന്നത്ത് നമസ്കരിച്ച് തിരിച്ചു പോകാനുള്ള ഒരവസരത്തിന് വേണ്ടി നമ്മളൊന്ന് സെറ്റ് ചെയ്യുക. നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പ്ലാൻ ചെയ്യുക. കാരണം അള്ളാഹുവിൻ്റെ റസൂല് പറയുന്ന, അള്ളാഹു തആല പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസ് ഇങ്ങനെയാണ്, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബുഹു. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അള്ളാഹ് പറയുന്നു, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ,
എൻ്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. മുഖറബാവുക, അടുത്തുകൊണ്ടേയിരിക്കും. മസാല എന്നുള്ള പ്രയോഗം അറബിയിൽ കണ്ടിന്യൂസിന് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ING ഉപയോഗിക്കുന്നത് പോലെ. ആയിക്കൊണ്ടേയിരിക്കും, റബ്ബിലേക്ക് അടുക്കുന്നവനായി ആയിക്കൊണ്ടേയിരിക്കാൻ എന്താ മാർഗം? ഫറദിന് പുറമെ സുന്നത്തായ അമലുകളിലൂടെ മാത്രമേ റബ്ബിലേക്ക് അടുക്കാൻ പറ്റൂ. ഐച്ഛികമായ പ്രവർത്തനങ്ങൾ. അങ്ങനെ ആയാൽ അല്ലാഹു തആല നമ്മളെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹ് പറയാം, ഞാൻ ആ അടിമയെ ഇഷ്ടപ്പെടും. ഇന്ന പള്ളിയിൽ, ഇല്ല ഇന്ന സ്ഥലത്ത്, ഇന്ന നാട്ടിൽ, ഇന്ന തറവാട്ടിൽ ഇന്ന വ്യക്തിയെ അല്ലാഹ് ഇഷ്ടപ്പെടുകയാണ്. അല്ലാഹ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ പിന്നെ അവൻ്റെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും ഹറാമിലേക്ക് അവൻ പോകാതെ സംരക്ഷിച്ച് അവനെ മാറ്റിയെടുക്കും. പല ആളുകളുടെയും ചോദ്യം, റമളാൻ കഴിഞ്ഞിട്ട് ആ തഖ്വ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സർ, പക്ഷെ കഴിയുന്നില്ല. എന്തു ചെയ്യണം? എന്താണ് പരിഹാരം? എന്താണ് മാർഗം? ഒറ്റ പരിഹാരമേ ഉള്ളൂ. നാം അതിന് വേണ്ടി ശ്രമിക്കണം. നാം അതിന് വേണ്ടി ഒരുങ്ങണം. ഒരു വാശിയും ഒരു നിർബന്ധവും നമുക്കുണ്ടാവണം. നമ്മൾ തീരുമാനിക്കാതെ നമുക്ക് മാറാൻ കഴിയില്ല. നിങ്ങൾ തീരുമാനിക്കാതെ നിങ്ങളെ മാറ്റില്ല എന്ന് അല്ലാഹ് പറഞ്ഞതാണ്. ഒരുങ്ങാൻ നമ്മൾ തയ്യാറാവണം. മാർഗം അല്ലാഹ് തുറന്നു തരും. വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. തഖ്വയോടുകൂടെ ജീവിക്കാനുള്ള ഒരുക്കത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? യജ്അൽ ലഹു മഖ്റജ, മാർഗം അല്ലാഹ് തുറന്നു തരും. നമുക്കിന്ന് അവസരങ്ങളൊക്കെയുണ്ട്. അലാറം വെക്കണം, അലർട്ടാവണം, എഴുന്നേൽക്കണം, ഒരുങ്ങണം. 1-2 ആഴ്ചയെങ്കിലും നമ്മൾ ശ്രമിക്കണം. 3-ാമത്തെ ആഴ്ച ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്ക് തിരിയും. നമ്മൾ ഒരുങ്ങാതെ നമ്മളെ അല്ലാഹ് മാറ്റുമെന്ന ഓവർ കോൺഫിഡൻസ് ഒന്നും നമുക്ക് വേണ്ട. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, അൽ ഖയ്യിസ്. ആരാണ് ഖയ്യിസ്? നമ്മൾ സാധാരണ കൈഫൽ ഹാൽ എന്ന് വെച്ചാൽ ഗൾഫുകാരൊക്കെ കൊയ്സ് എന്ന് പറയാറില്ലേ? ആ പ്രയോഗമൊക്കെ ഇതിൽ നിന്ന് വരുന്നതാണ്. ആരാണ് കൊയ്സ് അല്ലെങ്കിൽ ഖയ്യിസ് എന്ന് പറയാൻ അർഹനായവൻ ആരാ? അവൻ അമലുകൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയും അമലുകൾ ചെയ്യുകയും റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവനുമാണ്. അതിൻ്റെ നേരെ വിപരീതം മൂഢനെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നുണ്ട്. ആരാണ് ആ മൂഢൻ? വിഡ്ഢി ആരാണ്? ഒന്നും ചെയ്യൂല, അള്ളാഹുവിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യും. അവനെക്കുറിച്ച് മൂഢൻ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, ആയതുകൊണ്ട് ഒരുങ്ങലും തയ്യാറെടുക്കലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്നുള്ള കൃത്യമായ ഒരു ശ്രമം നമുക്ക് ഉണ്ടാവാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിലും ഒന്നിൽ നിന്ന് വിരമിച്ചാലും ആ തഖ്വ കൈപ്പത. വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. ഈ വെള്ളിയാഴ്ചയെ കുറിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹ് പറയുന്നുണ്ട്, നമസ്കാരം അവസാനിച്ചാൽ ഫൻതശിറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിക്കോളൂ. പള്ളിയിൽ തന്നെ അടങ്ങി ഒതുങ്ങി ചടഞ്ഞു കൂടണമെന്നൊന്നും പറയുന്നില്ല അല്ലാഹ്. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കോളൂ. വദ്കുറുല്ലാഹ്, അല്ലാഹനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവണം കേട്ടോ. അവിടെയാണ് വിഷയം. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. അവിടെയൊക്കെ റബ്ബിൻ്റെ നിയമങ്ങളും റബ്ബിനെ കുറിച്ചുമുള്ള ഓർമ്മയുണ്ടായാൽ അവിടെ നിങ്ങൾ ധാരാളം അല്ലാഹനെ ഓർക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാം. ആ ഓർമ്മ എവിടെ മാത്രം ഉണ്ടായാൽ പോരാ, പള്ളിയിലും വെള്ളിയാഴ്ചയിലും ഉണ്ടായാൽ പോരാ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പള്ളിയിലുള്ള റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ നിത്യജീവിതത്തിലും കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹ് റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ റസൂലുള്ളാഹിയോട് ചോദിച്ചു, അദ്ദേഹം പറയും, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഖുല്ലി ഫിൽ ഇസ്ലാം, എനിക്ക് ഇസ്ലാമായിട്ട് ജീവിക്കണം, എനിക്ക് മുസ്ലിമായി എൻ്റെ ജീവിതത്തെ കൃത്യമായി എനിക്ക് ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഖൗലൻ ലാ അസ്അലുക അൻഹു അഹദൻ ഗൈറുക, ഞാൻ ഇത് നബിയെ താങ്കളോടല്ലാതെ മറ്റാരോടും ചോദിച്ചിട്ടില്ല കേട്ടോ, എന്നോട് അതൊന്ന് പറഞ്ഞു തന്നാണ്. ഞാൻ എന്ത് മാർഗം സ്വീകരിക്കണം, എങ്ങനെ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വാക്കിൽ പറഞ്ഞു, ആമൻതു ബില്ലാഹ്, ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം. നീ മുഅ്മിനാവുക, മുഅ്മിനാകുന്നതോടൊപ്പം റബ്ബിൽ ഞാൻ വിശ്വസിച്ചു എന്ന് അടിയുറച്ച് ഈമാനോടുകൂടി നീ പറയണം. അതോടൊപ്പം തന്നെ ആ പറഞ്ഞതിനെ സത്യപ്പെടുത്തുന്ന രീതിയിൽ സുമ്മ ഇസ്തഖിം, മുസ്തഖീമായ മാർഗത്തിലൂടെ നീ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും വേണം. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു,
നമ്മൾ ആരാധനക്കർഹൻ അല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുന്നു, തൗഹീദ് അംഗീകരിക്കുന്നു, ശിർക്കിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു. എന്നാൽ ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ പ്രവർത്തനങ്ങളിലും മേഖലകളിലും അള്ളാഹുവിന്റെ നിയമങ്ങളൊന്നും നോക്കാൻ നമുക്ക് തയ്യാറില്ല. മുസ്തഖീമായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറായില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ റബ്ബിനോട് പറയുന്നുണ്ട്, കാര്യമില്ല. മുസ്തഖീമായ മാർഗത്തിലൂടെ നീ മുന്നോട്ട് പോയാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ ഓതി വെച്ച ആയത്ത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. അല്ലാഹ് പറയാണ്, ഞങ്ങളുടെ രക്ഷിതാവ് റബ്ബാണെന്ന് പറയുന്നവർ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ സംരക്ഷിക്കാൻ റബ്ബല്ലാതെ മറ്റാരുമില്ല എന്ന് അടിയുറച്ച ഈമാനോടുകൂടെ അള്ളയാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുകയും, സുമ്മസ്തഖാമൂ, പിന്നെ അവര് മുസ്തഖീമായ മാർഗത്തിലൂടെ മുന്നോട്ട് പോവുകയും വേണം. ഏതെങ്കിലും ഒരു സമയത്തേക്ക് നന്നായാൽ പോരാ. കാരണം എപ്പോഴാണ് അവരുടെ മരണമെന്നവർക്കറിയില്ല, എപ്പോഴാണ് അവരുടെ ജീവിതത്തിന്റെ അന്ത്യമെന്നവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ മുസ്തഖീമായ മാർഗത്തിലൂടെ കൃത്യമായി എല്ലാ സമയവും മുസ്തഖീമായ മാർഗത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരുടെ അരികിലേക്ക്, അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. റഹ്മത്തിന്റെ മലക്കുകൾ അവരുടെ മരണത്തിന്റെ സമയത്ത്. എന്നിട്ട് അവരോട് പറയും, അല്ലാ തഖാഫൂ, ഇനി നിങ്ങൾക്ക് പേടിയില്ല. നിങ്ങൾക്ക് നൽകിയ ആയുസ്സിൽ മുഴുവനും അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചവരാണ് നിങ്ങൾ. ആ റബ്ബിനെ മാത്രം പേടിച്ചിട്ട് നിങ്ങൾക്ക് ലാഭമുണ്ടാക്കുന്ന പല വിഷയങ്ങളിലും, നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്ന പല കാര്യങ്ങളിലും അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തോന്നിവാസങ്ങളെയും നിങ്ങളുടെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും നിങ്ങൾ മാറ്റിവെച്ചവരാണ്. അമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാന്റെ മുന്നിൽ പോയി നിൽക്കണമെന്ന പേടിയോടുകൂടെ ജീവിക്കുമ്പോ, വനഹൻ നഫ്സ അനിൽ ഹവാ, മനസ്സ് കൊതിക്കുന്ന പല കാര്യങ്ങളോടും അവർ എതിരായി നിന്നു. എല്ലാവരും കുടിക്കുമ്പോ കുടിക്കണമെന്ന് അവരുടെ മനസ്സ് കൊതിച്ചിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് രുചിച്ചു നോക്കുമ്പോ രുചിക്കണമെന്ന് അവരുടെ മനസ്സിന് ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും കണ്ണുകളും കാതുകളിലെയും കൽബുകളും അങ്ങോട്ട് പോയപ്പോ അവന്റെ കൽബും കാതും കണ്ണും കൊതിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ എന്ന പേടിയോടുകൂടെ റബ്ബിന്റെ മുന്നിൽ അനമിനൽ മുസ്ലിമീൻ എന്ന് പ്രതിജ്ഞയെടുത്തവനാണല്ലോ ഞാൻ എന്ന നിലക്ക് വനഹൻ നഫ്സ അനിൽ ഹവാ, മനസ്സ് കൊതിക്കുന്ന തിന്മക്കെതിരെ പോരാടിയവനാരോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവനുള്ളതാണ് സ്വർഗമെന്ന സങ്കേതം. അല്ലാഹ് പറയാണ്, അങ്ങനെ റബ്ബിന്റെ പൊരുത്തത്തിലായി മുസ്തഖീമായ മാർഗത്തിൽ ജീവിച്ചവനാരോ, തതനസ്സലു അലൈഹിമുൽ മലായിക, റഹ്മത്തിന്റെ മലക്കുകൾ അവന്റെ അരികിലേക്ക് വന്നിട്ട് പറയും, അല്ലാ തഖാഫു, ഇനി പേടിക്കണ്ടട്ടോ, വലാ തഹ്സനു, ഒരിക്കലും ദുഃഖമോ വിഷമമോ മുഷിപ്പോ ഇനി വേണ്ട, അള്ളാന്റെ ഇഷ്ടത്തിൽ ജീവിച്ചവരല്ലേ, അബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, ഇങ്ങനൊക്കെ ജീവിച്ചാൽ അള്ളാഹ് തരാമെന്ന് പറഞ്ഞ സ്വർഗല്ലേ, ആ സ്വർഗവും കൊണ്ടാണ് ഞങ്ങൾ വന്നത്, ആ സ്വർഗത്തിലേക്ക് ആനയിക്കാനാണ് ഞങ്ങൾ കടന്നു വന്നത്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അള്ളാഹ് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ച സമാധാനമടഞ്ഞ ആത്മാവേ. ഏതൊരാൾക്കാ സമാധാനം ഉണ്ടാവുക? ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വവും പണിയൊക്കെ ഏൽപ്പിച്ചാൽ അതെല്ലാം കഴിഞ്ഞാൽ ഓൻ പറയും, ഹൗ അൽഹംദുലില്ലാഹ്, സമാധാനായി, റാഹത്തായി. അള്ളാഹ് നമ്മളെ ചില ഉത്തരവാദിത്തങ്ങളും അമലുകളൊക്കെ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഫഇദാ ഫറഗ്ത ഫൻസബ്, ഒന്നിൽ നിന്ന് വിരമിച്ചാൽ അടുത്ത നന്മയിലേക്ക് നീ ചേക്കേറണം, മുസ്തഖീമായ മാർഗത്തിലൂടെ ജീവിക്കണം. ഏൽപ്പിക്കപ്പെട്ട പണിയൊക്കെ ഏൽപ്പിച്ച് ഉടമസ്ഥനായ റബ്ബ് മുതലാളി നമ്മെ ഇങ്ങോട്ട് വിട്ടത്, ആ പണിയൊക്കെ ഏൽപ്പിച്ചപ്പോൾ
ആ പണിക്ക് കൂലി തരാൻ വേണ്ടി അള്ളാഹ് കുറച്ച് ആൾക്കാരെ പറഞ്ഞേക്കുക. കൂലി പോയി വാങ്ങണ്ട, കൂലി തരാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞേക്കാണ് റഹ്മത്തിൻ്റെ മലക്കുകൾ. അവർ വന്നിട്ട് വിളിക്കുകയാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏൽപ്പിക്കപ്പെട്ട പണിയും ജോലിയും ഉത്തരവാദിത്വമൊക്കെ കൃത്യമായി നിർവഹിച്ച സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക്, മുതലാളി, യജമാനൻ, ഉടമസ്ഥൻ വിളിക്കുന്നുണ്ട്, വന്നോളൂ. റാളിയത്തൻ മർളിയ, പണിയൊക്കെ പെർഫെക്റ്റാണ് കേട്ടോ, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വവും അമലുകളൊക്കെ കറക്റ്റാണ്, അല്ല തൃപ്തനാണ്, അല്ല സന്തോഷവാനാണ്, അതെല്ലാം ഭംഗിയായി ചെയ്തിട്ടുണ്ട്. റാളിയത്തൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി, റഹ്മത്തിൻ്റെ മലക്കുകൾ ഇതാ ആനയിക്കാൻ വന്നിരിക്കുന്നു, വന്നോളൂ, കടന്നു വന്നോളൂ ഞങ്ങളുടെ കൂടെ. ഫദ്ഖുലി ജന്നതി, റബ്ബിൻ്റെ സ്വർഗവുമായി, റബ്ബിൻ്റെ സ്വർഗത്തിലേക്ക് വന്നോളൂ എന്ന് മംഗളമോദാൻ ആനയിക്കാൻ വേണ്ടി റഹ്മത്തിൻ്റെ മലക്കുകൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ. അവസാനിപ്പിക്കാനായിട്ടില്ല നമ്മുടെ അമലുകൾ, നിർത്താറായിട്ടില്ല നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ. നമുക്ക് ഇതുപോലെ മംഗളമോതുന്ന റഹ്മത്തിൻ്റെ മലക്കുകളെ കണ്ടുകൊണ്ട് റബ്ബിലേക്ക് പോകാൻ നമുക്ക് കഴിയണം. അതിനുള്ള പ്രവർത്തനങ്ങൾ അത് നിർത്തരുത്. അത് നോമ്പുകൾ അവസാനിച്ചിട്ടില്ല. മൻ സാമ റമളാന വതബഅഹു സിത്തൻ മിൻ ശവ്വാൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, ഒരാൾ റമളാനിൽ നോമ്പെടുത്തു, ശവ്വാലിൽ 6 നോമ്പ് അതിനോട് തുടർത്തുകയും ചെയ്താൽ ഒരു കൊല്ലം മുഴുവൻ നോമ്പെടുത്തവൻ്റെ പുണ്യം അവന് കിട്ടും. വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട്. അതല്ലാതെ തന്നെ എല്ലാ മാസത്തിലും 13, 14, 15 നോമ്പുണ്ട്, അയ്യാമുൽ ബീളിൻ്റെ നോമ്പുണ്ട്. അതേപോലെ മറ്റുള്ള സൽക്രമങ്ങളെല്ലാം റമളാനിൽ നമ്മൾ എന്തൊക്കെയായിരുന്നോ ചെയ്തിരുന്നത് അതെല്ലാം ഒരു കവി പറയുന്നുണ്ട്. ആ കവിത നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും. വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തളർറു ബിസ്സഹർ വമുജാലിസാത്തുസ് സാലിഹീനൽ ഫുളലാ. വദവാഉ ഖൽബിൻ, ഖൽബിനുള്ള മരുന്ന്, ഖൽബിൻ്റെ രോഗത്തിനുള്ള മരുന്ന്. പലരും ചോദിക്കാറുണ്ടല്ലോ, ഖൽബിനൊരു ഖുശൂ കിട്ടുന്നില്ല, ഖൽബിനൊരു ഈമാനിക ആവേശം കിട്ടുന്നില്ല, നേടിയെടുത്ത തഖ്വ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല, റമളാനിൽ നീ എന്തൊക്കെയായിരുന്നോ അതിൽ ചെയ്തിരുന്നത് എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കലല്ലാതെ മാർഗമില്ല. അതിലൊന്ന് ഫതിലാവത്തും ബിതദബ്ബുരിൽ മഅനാ, അർത്ഥം ചിന്തിച്ച് റബ്ബിൻ്റെ കലാമം ഓദിക്കോ. റബ്ബിൻ്റെ കലാമുകൾ ആ ഷെൽഫിലേക്ക് തിരിച്ചു വെക്കാറായിട്ടില്ല, അതെടുത്ത് ഓതണേ. നിന്റെ ജീവിതത്തിൻ്റെ ഭരണഘടനയാണത്. അതൊന്ന് അർത്ഥം ചിന്തിച്ച് അർത്ഥം മനസ്സിലാക്കി ഓതാൻ. വറത്തിലിൽ ഖുർആന തർത്തീലാ, അർത്ഥം ചിന്തിച്ച് ഖുർആനും ഓദിക്കോ, നിന്റെ ഖൽബിൻ്റെ രോഗത്തിന് മാറ്റമുണ്ടാകും. അതുപോലെ തന്നെ വലിൽ ബത്നിൽ ഖലാ, എല്ലാ ദിവസവും വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവനായി മാറാതെ ഇടക്കൊക്കെ റബ്ബിന് വേണ്ടി ഒന്ന് നോമ്പ് നോറ്റോ, നിനക്ക് ഖുശൂഉം തഖ്വയും ഉണ്ടാകും. വഖിയാമുൽ ലൈലിൻ, എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് വുളുവെടുത്ത് റബ്ബിന്റെ മുന്നിൽ നമസ്കരിക്കുന്ന ആ നമസ്കാരമുണ്ടല്ലോ, തഹജ്ജുദുണ്ടല്ലോ, ഖിയാമുൽ ലൈൽ ഉണ്ടല്ലോ, അത് നിന്റെ ഖൽബിന്റെ കിബറുകൾക്ക് മാറ്റമുണ്ടാക്കും, നിനക്ക് തവാളു ഉണ്ടാക്കും, റബ്ബിന്റെ മുന്നിൽ വിനയാന്വിതരായി നീ മാറും. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവരുടെ പാർശ്വഭാഗങ്ങളെ അവർ ഉയർത്തും ഭൂമിയിൽ നിന്ന്. യദ്ഊന റബ്ബഹും, അവർ റബ്ബിനോട് തേടിക്കൊണ്ടാണ്. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവനാണ്, ഞാൻ തന്നെയാണ് രക്ഷപ്പെട്ടവനെന്ന ഓവർ കോൺഫിഡൻസ് അവനിൽ ഉണ്ടാവൂല. ഖൗഫൻ വതമഅൻ, പേടിയോടെയും പ്രതീക്ഷയോടെയും കൂടെയായിരിക്കും. സത്യവിശ്വാസി എപ്പോഴും ബൈനൽ ഖൗഫി വറജാ, പേടിയുടെയും പ്രതീക്ഷയുടെയും മധ്യത്തിലായിരിക്കും. ഖിയാമുൽ ലൈൽ. അടുത്തതോ വതളർറുൻ ബിസ്സഹർ, അത്താഴ സമയത്ത് താഴ്മയോടുകൂടെ. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞല്ലോ, വഹും യസ്തഗ്ഫിറൂന ബിൽ അസ്ഹാർ, അത്താഴ സമയത്ത് അവർ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരിക്കും. അഞ്ചാമത്തത് വമുജാലസാത്തുസ് സാലിഹീനൽ ഫുളല, ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക.
അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ പരിചയപ്പെടുത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തഹാബ്ബ ഫില്ലാഹി വജ്തമഅ അലൈഹി. അവരുടെ കൂട്ടുകെട്ടും അവരുടെ ഫ്രണ്ട്ഷിപ്പും അള്ളാന്റെ മാർഗത്തിലായിരിക്കും. അതിനു വേണ്ടി അവർ ഒരുമിച്ച് കൂടും. അവർ കൂടുമ്പോഴൊക്കെ റബ്ബിനെ കുറിച്ച് പറയും. അല്ലാത്ത ഒരു ഔട്ടിങ്ങും അതല്ലാത്ത ഒരു ഔട്ടിങ്ങോ അതല്ലാത്ത ഒരു ജോളിയൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഉണ്ടാകും അതിൻ്റെ കൂടെ അള്ളാഹിനെ കുറിച്ച് പറയുന്ന ഒരു ഇൽമിൻ്റെ, ഒരു മഹബ്ബത്തിൻ്റെ, ഒരു ദീനിയായ ഒരു സദസ്സുകളായിരിക്കും അവരിൽ ഉണ്ടാവുക. 5 കാര്യം മറന്നു പോകരുത്. 1, അർത്ഥം ചിന്തിച്ച് ഖുർആൻ ഓതുക. 2, സുന്നത്ത് നോമ്പുകൾ എടുക്കുക. 3, രാത്രിയിലെ നമസ്കാരം. 4, അത്താഴ സമയത്തുള്ള പ്രാർത്ഥന. 5, നല്ല ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട്. ഇതിങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊന്നും പഠിപ്പിച്ചതല്ല, മുൻഗാമികളായ ചില പണ്ഡിതന്മാർ പഠിപ്പിച്ച, പക്ഷെ അവർ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും എടുത്ത് അവർ കോർത്തിണക്കിയതാണ്. നമുക്ക് സ്വീകരിക്കാം, സൽക്കർമ്മങ്ങളിലൂടെ മുന്നേറാം. അതല്ലാതെ തഖ്വ കൈമുതലായി കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ മറ്റൊരു മാർഗവുമില്ല എന്ന ബോധ്യം നമുക്കുണ്ടാവണം. നാം ഏത് അഹ്ലുകാരിൽ പെടണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. അല്ലാഹു തആല ഏറ്റവും ശരിയോടടുത്തതിൻ്റെ കൂടെ നിന്ന് ജീവിതകാലം മുഴുവൻ അതിൽ അടിയുറച്ചു നിൽക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ വാഹകരായി റബ്ബിനെ കണ്ടുമുട്ടാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وكفى والصلاة والسلام على نبي المصطفى وعلى آله وأصحابه الفائزين الشرفاء أما بعد. അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. ഉസീകും ബിത്തഖ്വല്ലാഹ് വനഫ്സി അവ്വലൻ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, വലിയ ചർച്ചകൾ നടക്കുകയാണ് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടൊക്കെ. എന്താണ് വഖഫ്? അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിൻ്റെ മാർഗത്തിൽ വസിയ്യത്ത് ചെയ്ത് സദഖത്തുൻ ജാരിയയായി എന്നെന്നും അവരുടെ ഖബറുകളിലേക്ക്, അവരുടെ ആഖിറത്തിലേക്ക് കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതാണ് വഖഫ്. ആ വഖഫ് അതിൽ പോലും ചില ആളുകൾ കൈവച്ചിരിക്കുകയാണ്. ആ വിഷയത്തിൽ പോലും അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊന്നുമല്ലല്ലോ, ഇൻ്റെ പെരയത്തെ മുതലിൻ്റെ ഒന്നും വേണ്ടി ആരും വന്നിട്ടില്ലല്ലോ, ഇൻ്റെ 10 സെൻറ്റുമ തൊടുമ്പോൾ നമുക്ക് നോക്കാം എന്ന നിലപാടിലാണ് ഇപ്പോഴും പല ആളുകൾ. സഹോദരങ്ങളെ, അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ, നിങ്ങൾ ഈമാനുള്ളവരാണ് എങ്കിലാണ് നിങ്ങൾക്ക് റബ്ബിൻ്റെ സഹായവും റബ്ബിൻ്റെ അടുക്കൽ വിജയവും ഉണ്ടാവുക. കൃത്യമായ നിലപാടുള്ളവരാവണം സത്യവിശ്വാസികൾ. ആ വിഷയത്തിലൊക്കെ നിലപാടെടുക്കേണ്ടടുത്ത് നിലപാടെടുക്കുകയും ശബ്ദിക്കേണ്ടിടത്ത് ശബ്ദിക്കുകയും ചിലപ്പോൾ മുദ്രാവാക്യം വിളിക്കേണ്ടടുത്ത് മുദ്രാവാക്യം വിളിക്കുകയും ഇടപെടേണ്ടടുത്ത് ഇടപെടലും ഒക്കെ ഉണ്ടാവണം. ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി ഔ ബിലിസാനി ഔ ബിഖൽബി. ഒരു തിന്മ നടമാടുമ്പോൾ, ഒരു തിന്മ കാണുമ്പോൾ, അത് തിന്മയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ആ തിന്മക്കെതിരെ മൗനം പാലിക്കുന്നവനല്ല സത്യവിശ്വാസി. അവൻ എന്ത് ചെയ്യണം? അവൻ കൈ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ തടയണം. അതിന് നമുക്ക് നിർവാഹമില്ല. അതിന് ഇന്നത്തെ അധികാരവും ഇന്നത്തെ ഭരണ നിയമവും നമ്മെ അനുവദിക്കുന്നില്ല. ഔ ബിലിസാനിഹി, നാവ് കൊണ്ട് എതിർക്കാൻ പറ്റുമെങ്കിൽ നമുക്കതിനെ എതിർക്കണം. അത് ഇന്ന് നമുക്ക് കഴിയും. ആ തിന്മക്കെതിരെ നാവ് കൊണ്ട് ഒരു വാക്കെങ്കിലും പോരാടാൻ കഴിഞ്ഞാൽ നാളെ റബ്ബിന്റെ മുന്നിൽ നമുക്ക് പറയാൻ പറ്റും. ഔ ബിഖൽബിഹി, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുത്തിട്ടെങ്കിലും അതിനോട് രാജിയാവാതെ, അതിനോട് വെറുപ്പ് പ്രകടിപ്പിച്ച് ആ തിന്മക്കെതിരെ പോരാടാൻ കഴിയുമെങ്കിൽ നമുക്ക് പോരാടണം. അത് ഈ വിഷയത്തിലല്ല, എല്ലാ വിഷയത്തിലും അത് ഈമാനിൻ്റെ ഭാഗമാണ്. അത് 3 ഇല്ലെങ്കിൽ അവൻ്റെ ഖൽബിൽ ഈമാനിൻ്റെ കണിക പോലുമില്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്തോ ആയിക്കോട്ടെ, നമ്മളതിലൊന്നും ഇടപെടണ്ട എന്ന് പറഞ്ഞു മാറി നിൽക്കുന്ന ഒരു സ്വഭാവം സത്യവിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല. വിഷയത്തെ കൃത്യമായി പഠിക്കുകയും വേണം. നടക്കൂല എന്ന് ഉറപ്പുണ്ടെങ്കിലോ വഖഫ് ബില്ല് പാസ്സായി, വോട്ടെടുപ്പിൽ വിജയം മറുപക്ഷത്തിനായിരുന്നു, പാസ്സായി കഴിഞ്ഞു. ഇനി എന്ത് എന്നതിനെക്കുറിച്ചും കൃത്യമായ ബോധ്യമുണ്ടാവണം. എന്താണ് ഇതിൻ്റെ വിഷയം? ഇപ്പോഴും ആളുകൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ വിഷയം എന്നുള്ളത് പറഞ്ഞാൽ, ഒന്നിൽ ഇതിൽ
ഇതര മത ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് തോന്നിയതുപോലെ അവരുടേതായ ഒരു ലെവലിലേക്ക് അതിനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അങ്ങനെ അത്ര ആ രീതിയിലൊന്നും നടന്നോളന്നില്ല, ഉണ്ടാവില്ല എന്ന പ്രതീക്ഷകളാണ് നമുക്കുണ്ടാവേണ്ടത്. പക്ഷെ മുസ്ലിം അല്ലാത്ത ആളുകളും ആ വഖഫ് സ്വത്ത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അവരുടെ ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിലും അവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചുമായിരിക്കും. നേരെ മറിച്ച് വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് മാത്രം കൈക്കൊള്ളണമെന്നില്ല എന്ന ഒരു പേടിയാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം. മുസ്ലിം സമുദായത്തിന്റെ മതപരമായ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അവരുടെ സ്വയംഭരണത്തെ ദുർബലപ്പെടുത്തുമെന്ന്, അവരുടെ ആ മുസ്ലിങ്ങളുടെ അവകാശത്തെ ദുർബലപ്പെട്ടു പോകുമെന്നുള്ള പേടിയാണ്. ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ നിയന്ത്രണം മുസ്ലിം സമൂഹത്തിനും മുസ്ലിം സമുദായത്തിനും മഹല്ലുകൾക്കും നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ഈ ഒരു വിഷയത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊക്കെ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ, ആ അവസ്ഥ എന്തായി പോകും എന്ന ഒരു പേടി വല്ലാണ്ട് വേട്ടയാടപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ ഒരു കൃത്യമായ സുതാര്യത ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇനി നടന്നതിന് ശേഷമുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് കൃത്യമായ അതിനെക്കുറിച്ചുള്ള നിയമങ്ങളും നിയമ പോരാട്ടങ്ങളും അതിനെക്കുറിച്ചുള്ള സുതാര്യത ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് മേടിച്ചെടുക്കാനും അത് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്താനും പഠിപ്പിക്കാനും ഭരണകർത്താക്കളെയും ഭാരവാഹികളെയും അറിയിക്കാനും നമ്മൾ തയ്യാറാവണം. 5 വർഷം ഇസ്ലാം അനുസരിച്ച് സ്വീകരിച്ച ഒരാൾക്ക് വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. അതിൽ 5 വർഷമായിട്ട് ഇസ്ലാം വർഷിപ്പ് കൃത്യമായിട്ട് ഉള്ള ഒരാൾക്കാണ് വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളമൊന്നും അവരുടെ സ്വത്തുക്കൾ ആ രീതിയിൽ പോകൂല എന്ന് ഉറപ്പുവരുത്തായിരിക്കും അവരുടെ ലക്ഷ്യം. ഇതൊക്കെ കൃത്യമായ സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കടന്നുകയറ്റമാണ്. ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനങ്ങൾ കൃത്യമായിട്ട് ഇതിൽ കടന്നു വരുന്നുണ്ട്. ഏതായിരുന്നാലും ഇനി അവിടെ സുതാര്യതയും ഉത്തരവാദിത്വത്തോടും കൂടെ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ബില്ല് പാസ്സാക്കിയെടുത്തത് എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ നിലപാട്. അത് അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനും കൂടെ ഇനി നമ്മൾ ഈ വിശ്വാസി സമൂഹം തയ്യാറാവേണ്ടതുണ്ട്. അതിന് വേണ്ടിയുള്ള പണിയെടുക്കൽ നമുക്കുണ്ടാവണം. അതേതായാലും നടപ്പിലാകാൻ പോകുന്ന ഒരു അവസരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അള്ളാഹുവിൻ്റെ മുതൽ, അള്ളാഹിൻ്റെ മാർഗത്തിൽ വെച്ച മുതൽ അള്ളാഹു തആല സംരക്ഷിക്കും. അതിനു വേണ്ടിയുള്ള പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം, നമ്മുടെ ഉത്തരവാദിത്തം ഉണ്ടാവണം. പേടിക്കേണ്ടത് നമ്മുടെ പിടിപ്പുകേട് കൊണ്ടെങ്ങാനുമാണ് അള്ളാഹു തആല അനർഹരായ നമ്മിൽ നിന്നും മാറിയിട്ട് മറ്റുള്ളവരുടെ കൈകളിലേക്ക് ഇത് എത്തിച്ചു പോകുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള പേടിയും നമുക്കുണ്ടാവണം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ, ആ വഖഫ് സ്വത്തുക്കൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിൽ മുസ്ലിം ഉമ്മത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ? റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങണം, റബ്ബിനോട് തൗബ ചെയ്തു മടങ്ങണം. അങ്ങനെയുള്ള ഒരവസരത്തിൽ ഒരു ശിക്ഷ എന്നോണം അല്ലാഹു തആല അനർഹരുടെ കൈകളിലേക്ക് ഇത് എത്തിച്ചു കൊടുത്തതാണോ എന്നതിനെ കുറിച്ച് പേടിക്കണം. അത് വലിയൊരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ അദാബുകൾ പല രീതിയിലുണ്ടാകും. അവിടെയൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ടെങ്കിലും ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ചില പ്രാതിനിധ്യങ്ങൾ ചില രംഗത്ത് ഏറ്റെടുക്കാനും ചെയ്യാനും വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാണ് മനുഷ്യർ. അതിൽ പ്രത്യേകിച്ച് മുഅ്മിനുകൾ. അല്ലാഹു തആല നമ്മെ ചിലതിന് കാരണമാക്കിയിട്ടുണ്ടെങ്കിൽ ആ കാരണത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കുകയും അവയർനെസ് ഉണ്ടാവുകയും ഉണ്ടാക്കി കൊടുക്കുകയും വേണം. നമ്മളേറ്റ് ഇതൊന്നും ബന്ധപ്പെട്ടതല്ലല്ലോ. നമുക്ക് 5 വക്ത് നിസ്കരിക്കാം, നോമ്പെടുക്കാം, സൽക്കർമ്മങ്ങൾ ചെയ്യാം, നമുക്ക് നമ്മുടെ കാര്യമായിട്ട് മുന്നോട്ട് പോവാം, നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം എന്ന ഒരു നിലപാട് മാത്രം ഉണ്ടാവാൻ വേണ്ടി ആവരുത് സത്യവിശ്വാസി. അവൻ്റെ ജീവിതത്തിലെല്ലാം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ലോകം കണ്ട അറിയപ്പെട്ട ഭരണാധികാരികളിൽ ഒരാൾ, 40-41 വയസ്സുകൾക്കിടയിൽ അദ്ദേഹം നേടിയെടുത്ത ചില്ലറ ഉത്തരവാദിത്തങ്ങൾ ചെറുതായിരുന്നില്ല, നന്മകൾ ചെറുതായിരുന്നില്ല. നിങ്ങളൊക്കെ തൊട്ടടുത്തുള്ള വിവിധ നാടുകളിലായിരിക്കും. അവിടെയൊക്കെയുള്ള കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങളൊക്കെ ഭരണാധിപരാ. റസൂൽ എന്ന് പറയാണ്, നിങ്ങളുടെ ഒക്കെ ഭരണത്തെക്കുറിച്ച് നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും. ഓരോ രംഗത്തും നമ്മുടെ ചില പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങൾ നമ്മുടെ പിടിപ്പുകേടുകൊണ്ട് ഞാനും എൻ്റെ കെട്ടിയോൾക്ക് പൊന്നുണ്ടാക്കണ തട്ടാനും എന്ന സങ്കുചിതത്വമായ നിലപാടിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. അതൊക്കെ പള്ളിയുടെ മുതലല്ലേ, വഖഫിന്റെ മുതലല്ലേ, ഓലെന്താച്ചാ നോക്കിക്കോളെ, എൻ്റെ 10 സെന്റുമ തൊടുമ്പോൾ നമുക്ക് നോക്കാം എന്നൊരു നിലപാടിലേക്ക് വിശ്വാസി ഉണ്ടാവാൻ പാടില്ല. വിഷയം പഠിക്കണം. നമ്മൾ എല്ലാം കൂടെ പറയാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. വിഷയം കൃത്യമായി പഠിക്കണം. പഠിച്ചിട്ട് ഇനി എന്ത് സൊല്യൂഷനെ കുറിച്ച്, പരിഹാരങ്ങളെക്കുറിച്ച്, അതേത് രീതിയിൽ മുസ്ലിം
ഉള്ള സ്വത്തുക്കൾ മുസ്ലിം സമൂഹത്തിന്, വിശ്വാസി സമൂഹത്തിന് നഷ്ടപ്പെടാത്ത ഏത് രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതിനെക്കുറിച്ച് അറിയുന്നവർ, കഴിവുള്ളവർ. ഇന്ന സഅയക്കും ലശത്ത, നിങ്ങളുടെ കഴിവുകൾ വ്യത്യസ്തമാണ്, വൈവിധ്യമാണ്. ചിലർക്ക് നിയമവശങ്ങൾ അറിയാം, മറ്റു ചിലർക്ക് വേറെ രീതിയിലുള്ളതായ ആരോഗ്യപരമായ അല്ലെങ്കിൽ സാമ്പത്തികപരമായ, ശാരീരികമായ, ചിന്താപരമായ പല കഴിവുകളാണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകളായി നമ്മൾ മാറാതെ കൃത്യമായ ഇസ്സത്തോടുകൂടെ അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖദാമക്കും. അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാൻ അള്ളാഹ് തന്ന കഴിവുകൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ ദീനിന്റെ വിഷയങ്ങളിൽ മുന്നിൽ നിൽക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അള്ളാന്റെ സഹായം ഉണ്ടാകും നിങ്ങൾക്ക്. അതല്ലേ അള്ളാഹു തിരിഞ്ഞു നോക്കൂല നമ്മളോട്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, മൂസാ നബിയുടെ ജനത മൂസയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല നബിയെ. 313 ഉള്ളൂ, പേടിക്കണ്ട നബിയെ. 1000 10,000 എത്ര ഉണ്ടായിക്കോട്ടെ. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖായിദൂൻ എന്ന് മൂസാ നബിയുടെ ജനത പറഞ്ഞു. ഇജ്ജു എൻ്റെ റബ്ബും കൂടി പോയിട്ട് എന്താച്ചാ ചെയ്ത, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ഞങ്ങൾ പറയുന്ന വാക്ക് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഫഇന്നാ മഅകുമാ മുഖാതിലൂൻ. നബിയെ, താങ്കളും റബ്ബും മുന്നിലുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാവും കൂടെ എന്ന് പറയുന്ന സ്വഹാബത്തിന്റെ ചരിത്രത്തിന് അല്ലാഹു തആല നൽകിയത് ആയിരങ്ങളോടും 10,000-കൾക്കും എതിരെയുള്ള വിജയമായിരുന്നെങ്കിൽ അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, ഈമാൻ അടിയുറച്ച് വിശ്വസിച്ച് അള്ളാഹിന്റെ ദീനിനെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? റബ്ബ് തആല നമ്മെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഒരാളുടെ വഖഫ് സ്വത്ത്, വഖഫ് ഭൂമി, അത് സത്യവിശ്വാസികൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഏത് ഫാഷിസ്റ്റ് കബാലികൾ വന്നാലും ആ മുസ്ലിം ഉമ്മത്തിന്റെ ഒരു തരി മണ്ണുമ തൊടാൻ ഒരാൾക്ക് കഴിയൂല എന്ന അടിയുറച്ച പ്രതീക്ഷയോടുകൂടെ നമ്മുടെ അമലുമായി നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين، اللهم انصر عبادك الموحدين، اللهم انصر عبادك الموحدين المستضعفين في كل مكان يا رب العالمين. اللهم انصر اخواننا في فلسطين، اللهم انصر اخواننا في فلسطين، اللهم انصر اخواننا المستضعفين المجاهدين في كل مكان يا رب العالمين. اللهم انصر كتابك وسنة نبيك محمد صلى الله عليه وسلم. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم شتت شملهم وفرق جمعهم وزلزل أقدامهم وقل عددهم يا رب العالمين. اللهم انصرنا بنصرك يا عزيز يا وهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. وآخر دعوانا أن الحمد لله رب العالمين.